Hi, welcome all to Winners and Tech Hub classes. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക് സബ്ജക്റ്റിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തെർമോഡൈനാമിക് സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം നമ്മുടെ ഡിപ്ലോമ ലെവൽ ആയിക്കോട്ടെ, ബിടെക് ലെവൽ എക്സാം ആയിക്കോട്ടെ, തെർമോഡൈനാമിക് സബ്ജക്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടി തന്നെ എല്ലാവരും പഠിക്കേണ്ടതുമാണ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ സൊല്യൂഷൻസും നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുകൂടാതെ നമ്മുടെ റോയൽ ബാച്ച്, അതായത് എ ലെവൽ അതേപോലെ ഡിപ്ലോമ ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള റോയൽ ബാച്ചിലേക്കുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻസിനും കാര്യങ്ങൾക്കുമായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ സെഷനിലോട്ട് പോകാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. യെസ്, സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ എ സിസ്റ്റം അണ്ടർഗോസ് എ പ്രോസസ് സച്ച് ദാറ്റ് integral dq by t is equal to 0 and delta s greater than 0, then the process is option A isothermal process, option B reversible adiabatic process, option C irreversible adiabatic process, option D isobaric process. Okay, so entropy എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിനുള്ള പ്രത്യേകതകൾ, ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത് 0 ആണ്. ബട്ട് സ്റ്റിൽ ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് ഡെൽറ്റ എസ് എന്താണ്? അവിടെ ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ട് അല്ലേ? എൻട്രോപ്പി ചേഞ്ച് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഡെൽറ്റ എസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അല്ലേ, നമ്മുടെ എ ലെവൽ എക്സാമുകളിലേക്കൊക്കെ പോകുമ്പോൾ എൻട്രോപ്പി നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ എൻട്രോപ്പിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എൻട്രോപ്പിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ എസ്, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ഡി ക്യൂ ബൈ ടി പ്ലസ് എൻട്രോപ്പി ജനറേഷൻ. ഇതാണ് നമ്മുടെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇതിൽ ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എൻട്രോപ്പി ചേഞ്ച് ഡ്യൂ ടു ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ഇൻട്രാക്ഷൻ മൂലം സിസ്റ്റത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മൾ ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതേപോലെ എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സിസ്റ്റത്തിനകത്തുള്ള ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റി മൂലം സിസ്റ്റത്തിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള എൻട്രോപ്പിയാണ് എന്ത്? എൻട്രോപ്പി ജനറേഷൻ. അപ്പോൾ ഈ എൻട്രോപ്പി ജനറേഷന് പ്രധാന കാരണക്കാരൻ ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റീസ് ആണ്. അതുണ്ടാക്കുന്നത് മെയിൻ ആയിട്ട് എന്താണ്? ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ മൂലം സിസ്റ്റത്തിനകത്ത് ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവാം. അതാണ് എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് ദ എൻട്രോപ്പി ചേഞ്ച് ഡ്യൂ ടു ഹീറ്റ് ഇൻട്രാക്ഷൻ വരാം, അതർവൈസ് ഡ്യൂ ടു ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റീസ് വരാം. ഓക്കെ, സോ ഡെൽറ്റ എസിന്റെ ഇക്വേഷൻ ഡി ക്യൂ ബൈ ടി പ്ലസ് എൻട്രോപ്പി ജനറേഷൻ, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇനി നമുക്ക് നോക്കാം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡി ക്യൂ ബൈ ടി, ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത് 0 ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്ന ടേം 0 ആകണമെങ്കിൽ അതിനർത്ഥം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആകുന്നു അല്ലേ? ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അതിനെന്തായാലും ഒരു ഡെഫിനിറ്റ് ഫൈനൈറ്റ് വാല്യൂ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ 0 ആണെങ്കിൽ അവിടെ ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. വിച്ച് മീൻസ് ദാറ്റ് Q is equal to 0. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത തെർമോഡൈനാമിക് പ്രോസസ് ഏതാണ്? അത് അഡയബാറ്റിക് പ്രോസസ് ആണ് അല്ലെ? അഡയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ഓൺലി തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ 0 അല്ലെ? ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ടുള്ള, സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലോട്ടോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലോട്ടോ ഹീറ്റ് ഇൻട്രാക്ഷൻ നടക്കാത്ത തെർമോഡൈനാമിക് പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് അഡയബാറ്റിക് പ്രോസസ്. അപ്പോൾ അഡയബാറ്റിക് പ്രോസസ്സിലാണ് ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്തത് കൊണ്ട് തന്നെ ഈ ടേം എന്താകാം? 0 ആകാം അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കൺഫേം ആണ് നമ്മുടെ പ്രോസസ്സ് അഡയബാറ്റിക് ആണ്, അഡയബാറ്റിക് പ്രോസസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഐസോതെർമൽ, ഐസോബാറിക് എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് മനസ്സിലായി പ്രോസസ്സ് അഡയബാറ്റിക് ആണ്, കാരണം ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി 0 ആണ്.
ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇതൊരു റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ആണോ അതോ ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ആണോ എന്നുള്ളതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 എന്നാ പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ആ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനുള്ളിൽ ഒരു എൻട്രോപ്പി ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലെ. ഡെൽറ്റ എസിന്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണ്. അതായത് ആ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ there should be an entropy change. അവിടെ ഒരു എൻട്രോപ്പി ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ എൻട്രോപ്പി ചേഞ്ച് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെൽറ്റ എസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു എൻട്രോപ്പി ജനറേഷൻ ഉണ്ടായിരിക്കണം. കാരണം ഡെൽറ്റ എസിന്റെ വാല്യൂ dq/t പ്ലസ് എൻട്രോപ്പി ജനറേഷൻ എന്നാണ്. അപ്പോൾ dq/t 0 ആയി, കാരണം അത് ക്വസ്റ്റ്യനിൽ പറയുന്നു. സോ അതൊരു അഡയബാറ്റിക് പ്രോസസ് ആണ്. ഇനി സ്റ്റിൽ ഡെൽറ്റ എസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്, എൻട്രോപ്പി ജനറേഷൻ അവിടെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. എൻട്രോപ്പി ജനറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റി മൂലമാണ് എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാകുന്നത്. അതിനെന്താണ് കാരണം, ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ അല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ മൂലം അവിടെ എൻട്രോപ്പി ജനറേഷൻ എക്സിസ്റ്റ് ചെയ്തു. എൻട്രോപ്പി ജനറേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ആ പ്രോസസ് എന്തായിരിക്കും, അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. കാരണം ഫ്രിക്ഷൻ എക്സിസ്റ്റ് ചെയ്താൽ തന്നെ പ്രോസസ് എന്തായി മാറി, ഇറിവേഴ്സിബിൾ നേച്ചറിലോട്ട് പോയി അല്ലേ. അപ്പോൾ ഇറിവേഴ്സിബിൾ ആണ്. കാരണം എൻട്രോപ്പി ജനറേഷൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സിലാണ് എൻട്രോപ്പി ജനറേഷന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ഫോർ റിവേഴ്സിബിൾ പ്രോസസ്, റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു കണ്ടീഷൻ നമ്മൾ ക്ലാസ് സെഷനിൽ പഠിച്ച റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഉറപ്പായിട്ടും ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എൻട്രോപ്പി ജനറേഷൻ എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും. ഫോർ റിവേഴ്സിബിൾ പ്രോസസ് എൻട്രോപ്പി ജനറേഷൻ ഷുഡ് ബി ഈക്വൽ ടു 0. ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് എൻട്രോപ്പി ജനറേഷൻ ഷുഡ് ബി പോസിറ്റീവ്. ഇറ്റ്സ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ എൻട്രോപ്പി ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0 വന്നതുകൊണ്ട് അവിടെ എൻട്രോപ്പി ജനറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ദ പ്രോസസ് ഷുഡ് ബി ഇറിവേഴ്സിബിൾ. സോ നമുക്ക് ആൻസർ എന്ത് ചെയ്യാം, ആൻസർ ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്. നമ്മുടെ ഈ ഒരു പ്രോസസ് അതായത് ഇന്റഗ്രൽ dq/t 0 ആവുന്നത് കൊണ്ട് അതൊരു അഡയബാറ്റിക് പ്രോസസ് ആണ്. എന്നിട്ടും ഡെൽറ്റ എസിന്റെ വാല്യൂ ഒരു ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് അവിടെ ഒരു എൻട്രോപ്പി ചേഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് മെയിൻലി ഡ്യൂ ടു ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റീസ്. സോ ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു എൻട്രോപ്പി ജനറേഷൻ. അതുകൊണ്ട് തന്നെ അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. സോ ദാറ്റ് പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ ആൻഡ് അഡയബാറ്റിക്. ക്ലിയർ ആയോ? സോ ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ. ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ആണ്, മനസ്സിലാക്കുക. ഇനി ഇവിടെ തന്നെ നമ്മൾ ഒന്നും കൂടെ ഞാനൊരു കാര്യം കൺക്ലൂഡ് ചെയ്യുന്നത്, ഇതേ ക്വസ്റ്റ്യനിൽ ഡെൽറ്റാസിന്റെ വാല്യൂ 0 ആയിരുന്നെങ്കിൽ, ഡെൽറ്റാസിന്റെ വാല്യൂ ഇവിടെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു, അതിന് പകരം ഇന്റഗ്രൽ dq/t 0 ആണ്, ഡെൽറ്റാസും 0 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, dq/t 0 ആയി, ഡെൽറ്റാസ് 0 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻട്രോപ്പി ജനറേഷനും അവിടെ 0 ആയെന്നല്ലേ. കാരണം ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ദാറ്റ് dq/tയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അത് ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതിനോടൊപ്പം അപ്പോൾ എന്തും 0 ആയിരിക്കണം, എൻട്രോപ്പി ജനറേഷനും 0 ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും 0 ആകുക എന്ന് പറഞ്ഞാൽ dq/t 0 ആയതുകൊണ്ട് പ്രോസസ് അഡയബാറ്റിക് ആയിരിക്കും, എൻട്രോപ്പി ജനറേഷൻ 0 ആയതുകൊണ്ട് പ്രോസസ് എന്തായിരിക്കും, റിവേഴ്സിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൻസർ നമുക്ക് പറയാം അതൊരു റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ആണ്. റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിൽ dq/t 0 ആണ്, പ്രോസസ് റിവേഴ്സിബിൾ ആയതുകൊണ്ട് എൻട്രോപ്പി ജനറേഷനും 0 ആണ്. അപ്പോൾ ഡെൽറ്റ എസ് എന്താവും, 0 ആവും. ഡെൽറ്റ എസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എൻട്രോപ്പി ചേഞ്ച് 0 ആണ്. അതായത് എൻട്രോപ്പി അവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്, എൻട്രോപ്പിക്ക് ചേഞ്ച് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിനെ ഐസെൻട്രോപിക് പ്രോസസ് എന്ന മറ്റൊരു പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ പഠിക്കുന്നത് റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ഈസ് ഓൾസോ നോൺ ആസ് ഐസെൻട്രോപിക് പ്രോസസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എൻട്രോപ്പി പ്രോസസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിൽ അഡയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ഹീറ്റ് ഇന്ററാക്ഷൻ ഇല്ല. സോ dq/t എന്ന് പറയുന്ന ടേം 0 ആവും. പ്രോസസ് റിവേഴ്സിബിൾ ആയതുകൊണ്ട് അവിടെ എൻട്രോപ്പി ജനറേഷനും എന്താണ്, 0 ആണ്. സോ ഈ രണ്ട് ടേമും 0 ആവുന്നു. സോ ഡെൽറ്റ എസിന്റെ വാല്യൂ 0, എൻട്രോപ്പി ചേഞ്ച് 0, വിച്ച് മീൻസ് ദാറ്റ് എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിനെ ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് എന്തല്ല, ഐസെൻട്രോപിക് അല്ല. കാരണം ഇറിവേഴ്സിബിലിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ എൻട്രോപ്പി ജനറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. അത് എൻട്രോപ്പി ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് അല്ലെ എൻട്രോപ്പിയെ ഇൻക്രീസ് ചെയ്യിക്കുന്നു. സോ അവിടെ എൻട്രോപ്പി ഒരിക്കലും എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിൽ മാത്രമാണ് എൻട്രോപ്പി കോൺസ്റ്റന്റ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, മനസ്സിലാക്കി. ഓക്കെ അല്ലേ, ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഒന്നിലധികം കൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ചെയ്തു.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. യെസ്, അവിടെയും എൻട്രോപ്പിയിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം. ഇഫ് ഹീറ്റ് ഓഫ് Q is transferred from high temperature reservoir at temperature T1 to low temperature reservoir at temperature T2, then the entropy change of the universe is. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവയർ T1 ടെമ്പറേച്ചർ ഉള്ള ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവയർ ഉണ്ട്. ഈ ഹൈ ടെമ്പറേച്ചർ റിസർവയറിൽ നിന്ന് T2 ടെമ്പറേച്ചർ ഉള്ള ഒരു ലോ ടെമ്പറേച്ചർ റിസർവർ. അപ്പോൾ ഇത് ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവയർ ആണ്. ഈ ഹൈ ടെമ്പറേച്ചർ റിസർവയറിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റിസർവയറിലേക്ക് എന്ത് ചെയ്തു? Q amount of heat ട്രാൻസ്ഫർ ചെയ്തു അല്ലേ? Q amount of heat transferred from high temperature reservoir T1 to low temperature reservoir T2. Then the entropy change of the universe. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ T1 ടെമ്പറേച്ചറുള്ള ഒരു റിസർവയർ ഉണ്ട്. അതിനെ ഞാൻ റിസർവയർ സബ്സിസ്റ്റം 1 എന്ന് എടുക്കുന്നു. T2 ടെമ്പറേച്ചറുള്ള ലോ ടെമ്പറേച്ചർ റിസർവയറിനെ ഞാൻ എന്ത് ചെയ്തു? സബ്സിസ്റ്റം 2 എന്ന് എടുക്കുന്നു. ഉറപ്പായിട്ടും ഈ T1 ടെമ്പറേച്ചർ റിസർവയറിന് ഒരു ഹീറ്റ് എന്ത് ചെയ്യുക? റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സബ്സിസ്റ്റം 1 ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. അതേപോലെ ഈ ഹീറ്റിനെ ആര് അബ്സോർബ് ചെയ്യുക? T2 ടെമ്പറേച്ചറുള്ള റിസർവയർ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഈ സബ്സിസ്റ്റം 2 എന്തുണ്ടാവും? ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് സിസ്റ്റങ്ങളിലെയും എൻട്രോപ്പി ചേഞ്ച് ആഡ് ചെയ്യുമ്പോഴേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കിട്ടുള്ളൂ. സോ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് ഇൻ സബ്സിസ്റ്റം 1 പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഇൻ സിസ്റ്റം 2. Subsystem 1 means reservoir at temperature T1 and subsystem 2 means reservoir at temperature T2. ഓക്കെ ആണല്ലോ? സോ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ S1 പ്ലസ് ഡെൽറ്റ S2. ഇനി ഇതൊരു റിസർവയറിലെ ബേസിക് എൻട്രോപ്പി ചേഞ്ച് ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? Q ഡിവൈഡഡ് ബൈ T അല്ലേ? ഇതല്ലേ ഡെൽറ്റ എസിന്റെ ബേസിക് ഇക്വേഷൻ നമ്മുടെ എൻട്രോപ്പി ക്ലാസ് സെഷൻസിൽ പഠിക്കുന്നത് അല്ലേ? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു Q ബൈ T. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെൽറ്റ S1 ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോവാ. ഡെൽറ്റ S1 സബ്സിസ്റ്റം 1 എൻട്രോപ്പി ചേഞ്ച് ഇക്വേഷൻ ഞാൻ എഴുതുന്നു Q ബൈ, കാരണം സബ്സിസ്റ്റം 1 നിന്ന് ലീവ് ചെയ്യുന്ന ഹീറ്റ് Q ആണ്. ആ സബ്സിസ്റ്റം 1 ഇരിക്കുന്ന ടെമ്പറേച്ചർ ഏതാണ്? T1 ആണ്. സോ Q ഡിവൈഡഡ് ബൈ T1. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഈ T1 ടെമ്പറേച്ചറിൽ നിന്ന് Q amount of heat എന്ത് ചെയ്തതാണ്? ലിബറേറ്റ് ചെയ്തതാണ് അല്ലേ? Q amount of heat should be liberated from the subsystem at temperature T1 അല്ലേ? അപ്പോൾ ഈ സബ്സിസ്റ്റം 1 നോക്കുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെട്ടു. നമുക്ക് ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ, നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ സൈൻ കൺവെൻഷൻ ഒക്കെ പഠിക്കുന്നതാണല്ലേ? ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്താൽ അത് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്താൽ നമ്മൾ അത് എന്തായിട്ടാണ് എടുക്കുന്നത്? പോസിറ്റീവ് ആണ് അല്ലേ? വെൻ ഹീറ്റ് ഈസ് സപ്ലൈ ടു സിസ്റ്റം sign should be positive, and when heat is rejected from the system, sign should be negative. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സബ്സിസ്റ്റം 1 നിന്ന് ഹീറ്റ് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും ഇത് സബ്സിസ്റ്റം 1 വിത്ത് റെസ്പെക്ട് പറയുമ്പോൾ സൈൻ നെഗറ്റീവ് ആയിരിക്കും. സോ ഐ പുട്ട് എ നെഗറ്റീവ് സൈൻ ഹിയർ. സോ ഡെൽറ്റ S1 is equal to -Q by T1. ഓക്കെ, ഇനി നോക്കാം. ഇനി നമുക്ക് സബ്സിസ്റ്റം 2 ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ S2 നോക്കാം. സബ്സിസ്റ്റം 2 എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ Q amount ഓഫ് ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് റിജക്ട് ചെയ്ത Q amount ഓഫ് ഹീറ്റ് സബ്സിസ്റ്റം 2 അബ്സോർബ് ചെയ്തു. സോ സബ്സിസ്റ്റം 2ന്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്? Q ഡിവൈഡഡ് ബൈ സബ്സിസ്റ്റം 2 ഇരിക്കുന്ന ടെമ്പറേച്ചർ എന്താണ്? T2 ആണ്. ഇനി സബ്സിസ്റ്റം 2 ഈ ഹീറ്റിനെ എന്താ ചെയ്തത്? അബ്സോർബ് ചെയ്തു. വെൻ ഹീറ്റ് ഈസ് സപ്ലൈ ടു ദ സിസ്റ്റം സൈൻ ഷുഡ് ബി പോസിറ്റീവ്. സോ പ്ലസ് Q by T2. ഓക്കെ ആണോ? സോ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ S1ന്റെയും ഡെൽറ്റ S2ന്റെയും ഇക്വേഷൻ നമുക്ക് കിട്ടി. ഡെൽറ്റ S1 is equal to -Q by T1 and ഡെൽറ്റ S2 equal to +Q by C2. ഈ സൈൻ എന്തുകൊണ്ട് നമ്മൾ കൊടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കണം. ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ മനസ്സിലാക്കി തന്നെ വേണം നമ്മളത് ചെയ്യാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും കൂടെ ആഡ് ചെയ്യുക. എന്താണ് വരുന്നത്? ഡെൽറ്റ S is equal to പറ. ഇനി സിമ്പിൾ ഡയറക്റ്റ് ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ S1 എന്താണ്? -Q by T1. ഡെൽറ്റ S2 എന്താണ്? +Q by T2. സോ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു Q നമുക്ക് കോമൺ എടുക്കാം. സോ Q ഇൻറ്റു എന്താ വരുന്നത്? -T2 + T1 ഡിവൈഡഡ് ബൈ T1 T2 അല്ലേ? അപ്പോൾ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ Q ഇൻറ്റു എന്തെന്ന് എഴുതാം? T1 - T2 ഡിവൈഡഡ് ബൈ T1 T2. ക്ലിയർ ആണോ? സോ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഇക്വേഷൻ നമുക്ക് എന്താണ് കിട്ടിയത്? ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ Q ഇൻറ്റു
T1 minus T2 divided by T1 T2. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ തന്നെയാണ്. ക്ലിയർ ആയോ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. പക്ഷേ ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. എൻട്രോപ്പി ചേഞ്ചിന്റെ കൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ? യെസ്. ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. യെസ്, ഓക്കെ. എന്താ പറഞ്ഞിരിക്കുന്നത്? എ സിസ്റ്റം ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ 800 Kelvin ആൻഡ് 400 Kelvin. If the heat supplied to the system is 200 kilojoule, then the unavailable energy is option A 150 kilojoule, option B 125 kilojoule, option C 75 kilojoule, option D 100 kilojoule. അപ്പോൾ ഇവിടെ അൺഅവൈലബിൾ എനർജി കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ അവൈലബിൾ എനർജി, അൺഅവൈലബിൾ എനർജി കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഇറിവേഴ്സിബിലിറ്റി അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റുകളൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സിലെ A ലെവൽ എക്സാമുകൾക്ക് സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അൺഅവൈലബിൾ എനർജി എന്താണെന്നാണ്. നമ്മൾ അവൈലബിൾ എനർജി, അൺഅവൈലബിൾ എനർജി ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? കാരണം ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം യൂസ്ഫുൾ വർക്ക്, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്തു, ആ ഹീറ്റിന്റെ എത്ര പാർട്ട് നമുക്ക് യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, ആ പാർട്ടിനെയാണ് നമ്മൾ അവൈലബിൾ എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സറൗണ്ടിങ്ങിലേക്ക് റിജക്റ്റ് ചെയ്യപ്പെടുന്ന എനർജി ഉണ്ടല്ലോ, ഹീറ്റ് ഉണ്ടല്ലോ, ആ റിമൈനിങ് ഹീറ്റിനെയാണ് നമ്മൾ അൺഅവൈലബിൾ പാർട്ട് ഓഫ് എനർജി, അതിനെയാണ് നമ്മൾ അൺഅവൈലബിൾ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തു? ഹീറ്റ് സപ്ലൈ ചെയ്തു, ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്തു. ഈ സപ്ലൈ ചെയ്ത ഹീറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എത്രമാത്രം യൂസ്ഫുൾ വർക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു, ആ പാർട്ടിനെയാണ് നമ്മൾ അവൈലബിൾ പാർട്ട് ഓഫ് ദ എനർജി, അതിനെയാണ് നമ്മൾ അവൈലബിൾ എനർജി എന്ന് പറയുന്നത്. ഇനി ഈ സപ്ലൈ ചെയ്ത ഹീറ്റിന്റെ എത്രമാത്രം പാർട്ട് നമ്മൾ എന്ത് ചെയ്തു? സറൗണ്ടിങ്ങിലേക്ക് റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? അൺഅവൈലബിൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് രണ്ടായിട്ട് പോകുന്നു, അവൈലബിൾ എനർജിയും അൺഅവൈലബിൾ എനർജി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അൺഅവൈലബിൾ എനർജി എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അൺഅവൈലബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ അവൈലബിൾ എനർജി എത്ര ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അത് നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റിൽ നിന്ന് അവൈലബിൾ എനർജി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആണ്. കാരണം ടോട്ടൽ സപ്ലൈ ചെയ്ത ഹീറ്റ് നമ്മൾ രണ്ടായിട്ട് എടുക്കുന്നു, അവൈലബിൾ എനർജി പ്ലസ് അൺഅവൈലബിൾ എനർജി. ഓക്കെ അല്ലേ? അപ്പോൾ അൺഅവൈലബിൾ എനർജി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സപ്ലൈ ചെയ്ത ഹീറ്റിൽ നിന്ന് അവൈലബിൾ എനർജി മൈനസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? അൺഅവൈലബിൾ എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ സിസ്റ്റം ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ 800 Kelvin ആൻഡ് 400 Kelvin. ഓക്കെ, ഒരു സിസ്റ്റം രണ്ട് ടെമ്പറേച്ചർ വർക്ക് ചെയ്യാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ഹൈ ടെമ്പറേച്ചർ ആണ്, അത് 800 Kelvin ആണ്. ഇതൊരു ലോ ടെമ്പറേച്ചർ ആണ്, അത് 400 Kelvin ആണ്. ഈ രണ്ട് ടെമ്പറേച്ചർക്കിടയിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുകയാണ്. ഈ സപ്ലൈ ടു ദ സിസ്റ്റം ഈസ് 200 kilojoule. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 200 kilojoule ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്തു. അപ്പോൾ ലെറ്റ്സ് സേ സിസ്റ്റം നമ്മുടെ എഞ്ചിനാണെന്നിരിക്കട്ടെ, 200 kilojoule ഓഫ് ഹീറ്റ് അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അൺഅവൈലബിൾ എനർജി എത്രയാണ്? അൺഅവൈലബിൾ എനർജി മീൻസ് ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത എനർജി. ഇതിനെ തന്നെയല്ലേ നമ്മൾ അൺഅവൈലബിൾ എനർജി എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ് ചെയ്ത വർക്ക് എന്തായിരിക്കും? അതാണ് നമ്മുടെ അവൈലബിൾ എനർജി. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം അല്ലെ ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം യൂസ്ഫുൾ വർക്ക് എന്തായിരിക്കും? ഈ എൻജിൻ മാക്സിമം എഫിഷ്യൻസിയിൽ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ആ ടൈമിലായിരിക്കും ഈ എൻജിനിൽ നിന്ന് മാക്സിമം യൂസ്ഫുൾ വർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ മാക്സിമം എഫിഷ്യൻസി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എന്തായിരിക്കും മാക്സിമം എഫിഷ്യൻസി? നമുക്കറിയാം, ഒരു എൻജിൻ എപ്പോഴും മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് ആ എൻജിൻ കാർനോട്ട് സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് അല്ലേ? അപ്പോൾ അതെന്താണ്? ഹൈ ടെമ്പറേച്ചർ T1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. ഈ ഇക്വേഷൻ ചെയ്താൽ നമുക്ക് ഈ എൻജിന്റെ മാക്സിമം എഫിഷ്യൻസി കിട്ടും. നോക്കാം, ആ ടെമ്പറേച്ചർ കെൽവിനിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സോ 800 മൈനസ് 400 ഡിവൈഡഡ് ബൈ 800. ആൻസർ നമുക്ക് 1/2 എന്ന് കിട്ടും. 0.5. അതായത് ഈ എൻജിന്റെ എഫിഷ്യൻസി 50%. ഈ 50% ഈ എൻജിൻ ഈ ഒരു ടെമ്പറേച്ചർ ലിമിറ്റിൽ ഈ എൻജിൻ ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ എൻജിന് കിട്ടാവുന്ന ഏറ്റവും മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 50%. ആ 50% എഫിഷ്യൻസി ഈ എൻജിൻ ഉണ്ടെങ്കിൽ ഈ എൻജിൻ എത്രമാത്രം വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും നമുക്ക് നോക്കാം. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക്, നമുക്ക് കിട്ടുന്ന വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. ഇതല്ലേ എഫിഷ്യൻസി ബേസിക് ഇക്വേഷൻ. അപ്പോൾ ഈ എൻജിന്റെ മാക്സിമം എഫിഷ്യൻസി 50% ആണ്. സോ 0.5 ഈസ് ഈക്വൽ ടു വർക്ക്, അതാണ് നമുക്ക് കിട്ടുന്ന അവൈലബിൾ എനർജി, മാക്സിമം വർക്ക് അവൈലബിൾ എനർജി ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എത്രയാണ്? 200.
സോ ഈ ഒരു എഞ്ചിനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം വർക്ക് എന്ന് പറയുന്നത് 200 × 0.5 എത്രയാ 100 കിലോ ജൂൾ ആണ് നമുക്ക് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വർക്ക്. അതായത് നമ്മുടെ അവൈലബിൾ പാർട്ട് ഓഫ് ദ എനർജി മാക്സിമം എത്രയാണ് നമുക്ക് പറ്റുള്ളൂ 100 കിലോ ജൂൾ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അൺഅവൈലബിൾ എനർജി എത്രയായിരിക്കും? ഹീറ്റ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ എനർജി പ്ലസ് അൺഅവൈലബിൾ എനർജി ആണല്ലേ. സോ അൺഅവൈലബിൾ എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് മൈനസ് അവൈലബിൾ എനർജി. സപ്ലൈ ചെയ്ത ഹീറ്റ് എത്രയാണ്? 200 ആണ്. അവൈലബിൾ എനർജി അതായത് ഈ എഞ്ചിൻ ഈ ഒരു മാക്സിമം എഫിഷ്യൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന മാക്സിമം വർക്ക് അത് എത്രയാണ്? 100. സോ അൺഅവൈലബിൾ എനർജി ഈസ് ഈക്വൽ ടു 100 കിലോ ജൂൾ. ഓപ്ഷൻ ഡി തന്നെയാണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതേ ചോദ്യം വേണമെങ്കിൽ അവർക്ക് അവൈലബിൾ എനർജിയും ചോദിക്കാം, അല്ലെങ്കിൽ അൺഅവൈലബിൾ. അവൈലബിൾ എനർജി ചോദിച്ചാൽ നമുക്ക് ഈ ഒരു എഞ്ചിൻ ഈ ഒരു എഫിഷ്യൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന മാക്സിമം വർക്ക് എത്രയാണ്, മാക്സിമം യൂസ്ഫുൾ വർക്ക് എത്രയാണ്, അത് തന്നെയാണ് അവിടുത്തെ അവൈലബിൾ എനർജി. അവിടുന്ന് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ്, അതായത് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് പാർട്ട് എത്രയാണ്, അതാണ് അവിടുത്തെ അൺഅവൈലബിൾ പാർട്ട് ഓഫ് ദ എനർജി. സോ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എഞ്ചിന്റെ മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് എഞ്ചിൻ കാർനോട്ട് എഞ്ചിൻ അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ എഞ്ചിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എക്സ്പ്രഷൻ നമ്മൾ അറിയണം. ആ എഫിഷ്യൻസി ഇക്വേഷൻ വെച്ച് നമുക്ക് റിമൈനിങ് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്താണ് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. എ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ എ സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ. ഓക്കെ, ദ ഗ്യാസ് എക്സ്പാൻഡ്സ് ഫ്രം സ്റ്റേറ്റ് 1 ഫോർ വിച്ച് E1 is equal to 75 kilojoule to a state 2 for which E2 is equal to minus 25 kilojoule. During the expansion, the gas does 60 kilojoule of work to the surrounding. Then the heat transfer to or from the system during the process. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തു. പ്രോസസ് 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് വെച്ചിട്ട് ആ സിസ്റ്റത്തിന്റെ എനർജി, ഇ എന്ന് ഉദ്ദേശിക്കുന്നത് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി തന്നെയാണ്. നോർമലി നമ്മൾ ഇന്റേണൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ യു ആണ്. ക്വസ്റ്റ്യനിൽ അത് ഇ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ് 1-ലുള്ള ഇപ്പോൾ ലെറ്റ്സ് ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാണ്. പി വി ഡയഗ്രാം ഞാൻ വരയ്ക്കാം, പ്രഷർ വോളിയം ഡയഗ്രാം. അപ്പോൾ ഇവിടെ എന്താ എക്സ്പാൻഷൻ ആണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം എക്സ്പാൻഷൻ നടക്കുമ്പോൾ പ്രഷർ കുറയും, വോളിയം കൂടും. സോ 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അവിടെ സ്റ്റേറ്റ് 1-ലുള്ള അതിന്റെ ഇന്റേണൽ എനർജി U1 അല്ലെങ്കിൽ E1 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 75 കിലോ ജൂൾ ആണ്. ഈ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ൽ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ഇന്റേണൽ എനർജി U2 എന്ന് പറയുന്നത് മൈനസ് 25 കിലോ ജൂൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു എക്സ്പാൻഷൻ പ്രോസസ് നടന്നു കഴിഞ്ഞപ്പോൾ ദ ഗ്യാസ് ഡസ് 60 കിലോ ജൂൾ ഓഫ് വർക്ക് ടു സർവൈവ്. ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ പ്രോസസ്സിലെ വർക്കിന്റെ വാല്യൂ എത്രയാണ്? 60 കിലോ ജൂൾ. കാരണം വർക്ക് എന്താ അപ്പുറത്തേക്ക് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ് എക്സ്പാൻഷൻ അല്ലേ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആകുമ്പോൾ എന്തായാലും as per സൈൻ കൺവെൻഷൻ വർക്കിന്റെ സൈൻ എന്താണ്? നമുക്കറിയാം ഹീറ്റിന്റെ വർക്കിന്റെ സൈൻ കൺവെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം sign should be positive. When heat is rejected from the system, sign should be negative. When work is done on the system, sign should be എന്താണ്? work is done on the system, sign should be negative. When work is done by the system, sign should be positive. ഒക്കെ നമ്മൾ സൈൻ കൺവെൻഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുവാണ്. വർക്ക് ഷുഡ് ബി ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ സൈൻ ഷുഡ് ബി പോസിറ്റീവ്. സൈൻ ഷുഡ് ബി പോസിറ്റീവ്. സോ വർക്ക് എന്ന് പറയുന്നത് പ്ലസ് 60 കിലോ ജൂൾ ആണ്. Then the heat transfer to or from the system during the അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുമ്പോഴുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തു. സ്റ്റേറ്റ് 1-ലെയും സ്റ്റേറ്റ് 2-ലെയും ഇന്റേണൽ എനർജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രോസസ്സ് ഇവിടെ ഒരു എക്സ്പാൻഷൻ ആണ് നടന്നിരിക്കുന്നത്. സോ സിസ്റ്റം ചെയ്യുന്ന വർക്ക് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി അത് തന്നിരിക്കുന്ന പ്ലസ് 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു പ്രോസസ് ആണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്. മാത്രമല്ല ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. കാരണം ഇവിടെ എന്താ ഹീറ്റ് ഇൻട്രാക്ഷൻ, വർക്ക് ഇൻട്രാക്ഷനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതായത് എനർജി ഇൻട്രാക്ഷനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഈ ക്വസ്റ്റിൽ എവിടെയെങ്കിലും മാസ് ഇൻട്രാക്ഷനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സിസ്റ്റത്തിൽ എനർജി ട്രാൻസ്ഫർ ആണ്. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി ട്രാൻസ്ഫർ ആണ് നടന്നിരിക്കുന്നത്. മാസ് ട്രാൻസ്ഫറിനെ പറ്റി ക്വസ്റ്റിൽ പറയുന്നില്ല. സോ നമ്മൾ ഇത് എന്ത് സിസ്റ്റമായിട്ട് അസ്യൂം ചെയ്തു? ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം
undergoing process. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് ക്ലോസ് സിസ്റ്റത്തിൽ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ ക്ലാസ് സെഷൻസിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ് നമ്മൾ പഠിക്കും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് സൈക്കിളും നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? പെട്ടെന്ന് പറയും, എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഷുഡ് ബി ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു. നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? ചേഞ്ച് ഇൻ എനർജി ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ U2 മൈനസ് U1 ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു. U2ന്റെ വാല്യൂ, U2 എത്രയാണ്? U2 മൈനസ് 25 ആണ് അല്ലേ. സോ മൈനസ് 25 മൈനസ് U1 എത്രയാണ്? 75 is equal to Q minus W ന്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 60. സോ ഇവിടെ എത്ര കിട്ടും? മൈനസ് 25 മൈനസ് 75 ചെയ്യുമ്പോൾ മൈനസ് 100 is equal to Q മൈനസ് 60. സോ മൈനസ് 100 പ്ലസ് 60 is equal to Q. സോ Qന്റെ വാല്യൂ എത്രയാണ്? മൈനസ് 40 കിലോ ജൂൾ. മൈനസ് 40 കിലോ ജൂൾ. ഓപ്ഷൻ ബി തന്നെയാണ് അവിടെ റൈറ്റ്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഹീറ്റിന്റെയും വർക്കിന്റെയും സൈൻ കൺവെൻഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് വരാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് സിസ്റ്റം ആയിക്കോട്ടെ, അത് അണ്ടർഗോയിങ് പ്രോസസ്സിന്റെയും സൈക്കിളിന്റെയും ക്വസ്റ്റ്യൻസുകൾ വരാം. ഇനി A-ലെവൽ എക്സാമുകൾക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ടു ഓപ്പൺ സിസ്റ്റം, നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന്റെ കൺസെപ്റ്റുകളുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് വരുന്ന സെഷനുകളിലൊക്കെ ഓപ്പൺ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഓപ്ഷൻ ബി തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ സെഷനിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ തെർമൽ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് 1/5 then the COP of Carnot refrigerator is. നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് റിലേഷൻസുകൾ അവിടെ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റൊന്ന് നമ്മുടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും അല്ലേ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കേഷനായി നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതേപോലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ അതിന്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററിന്റെയും കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എഞ്ചിന്റെ എഫിഷ്യൻസി, നമ്മൾ എഞ്ചിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് അതിന്റെ എഫിഷ്യൻസി വെച്ചിട്ടാണ്. തെർമൽ എഫിഷ്യൻസി അവിടെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് എന്താ? എഞ്ചിന്റെ എഫിഷ്യൻസി ബേസിക് ഇക്വേഷൻ നമുക്കറിയാം, നെറ്റ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. ഇതാണ് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അല്ലെ, ബേസിക് ആയിട്ടൊക്കെ നമുക്കറിയാം. അതേപോലെ നമ്മുടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, അതായത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പവർ കൺസ്യൂമിംഗ് ഡിവൈസിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടേം ആണ് COP. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. അത് നമ്മൾ റെഫ്രിജറേറ്ററിന് പഠിക്കുന്നുണ്ട്, അതേപോലെ ഹീറ്റ് പമ്പിനും പഠിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ക്ലാസ് സെഷനിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മളവിടെ റിലേഷൻസ് അറിയേണ്ടത്, ഒന്ന് എഞ്ചിന്റെ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1/COP ഓഫ് ഹീറ്റ് പമ്പ്, ഒന്നാമത്തെ റിലേഷൻ. രണ്ടാമത്തെ റിലേഷൻ എന്താണ്? COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് COP ഓഫ് റെഫ്രിജറേറ്റർ. ഈ രണ്ട് റിലേഷൻസുകളാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ എഞ്ചിന്റെ എഫിഷ്യൻസി COP ഓഫ് ഹീറ്റ് പമ്പിന്റെ റെസിപ്രോക്കൽ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് 1 പ്ലസ് COP ഓഫ് റെഫ്രിജറേറ്റർ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസുകൾ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ ഡിവൈസുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് സെയിം ടെമ്പറേച്ചർ ലിമിറ്റിലായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് ഹീറ്റ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ ടെമ്പറേച്ചർ ലിമിറ്റിൽ തന്നെയുള്ള എഞ്ചിൻ ആയിരിക്കണം. ഒരു ഹീറ്റ് പമ്പും ഒരു ഹീറ്റ് എഞ്ചിനും ഒരേ ടെമ്പറേച്ചർ ലിമിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ആ ഹീറ്റ് പമ്പിന്റെ COPയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഹീറ്റ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ ടെമ്പറേച്ചർ ലിമിറ്റിൽ, ഇപ്പോൾ ഹീറ്റ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ലിമിറ്റ് T1ഉം T2ഉം ആണെങ്കിൽ ഇതേ ടെമ്പറേച്ചർ ലിമിറ്റിൽ തന്നെയാണ് ഒരു റെഫ്രിജറേറ്ററും ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഹീറ്റ് പമ്പിന്റെ COP എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിന്റെ COPയുടെ 1 ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ലിമിറ്റ് എന്തായിരിക്കണം?
സെയിം ആയിരിക്കണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ എന്താണ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ ഒരു അസംഷൻ, ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള ആ ഒരു അസംഷനിൽ വേണം നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ. സെയിം ടെമ്പറേച്ചർ ലിമിറ്റ്, ഈ ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും എഞ്ചിനും എല്ലാം ഒരേ ടെമ്പറേച്ചർ ലിമിറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് റിലേഷൻസ് മതി. പ്രോബ്ലംസിലോട്ട് പോകാം. തെർമൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എത്രയാണ് എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസി? 1/5 ആണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് റെഫ്രിജറേറ്ററിന്റെ COP ആണ്. COP ഓഫ് കാർനോട്ട് റെഫ്രിജറേറ്റർ. ഒന്നുമില്ല, കാർനോട്ട് റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ ആ റെഫ്രിജറേറ്റർ പ്രൊസസ് ചെയ്യുന്ന COP മാക്സിമം ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാർനോട്ട് റെഫ്രിജറേറ്റർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എഞ്ചിന്റെ എഫിഷ്യൻസി അറിയാമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഹീറ്റ് പമ്പിന്റെ COP കണ്ടുപിടിക്കാം. COP ഓഫ് ഹീറ്റ് പമ്പ് നമുക്കറിയാം 1/efficiency ഓഫ് എഞ്ചിൻ ആണ്. സോ COP ഓഫ് ഹീറ്റ് പമ്പ് ഇസ് ഈക്വൽ ടു 1/1/5. എത്ര കിട്ടും നമുക്ക്? 5 എന്ന് കിട്ടും അല്ലേ? എഞ്ചിന്റെ എഫിഷ്യൻസി അറിയാമെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഹീറ്റ് പമ്പിന്റെ COP ആണ്. കാരണം അത് തമ്മിൽ പരസ്പരം റെസിപ്രോക്കൽ ആണ് എന്നുള്ള ഒരു റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഹീറ്റ് പമ്പിന്റെ COP നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ റിലേഷൻ നോക്കാം. COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് 1 പ്ലസ് COP ഓഫ് റെഫ്രിജറേറ്റർ ആണ് അല്ലേ? സോ 5 ഇസ് ഈക്വൽ ടു 1 പ്ലസ് COP ഓഫ് റെഫ്രിജറേറ്റർ. സോ COP ഓഫ് റെഫ്രിജറേറ്റർ നമുക്ക് എത്ര കിട്ടും? 5 മൈനസ് 1 എത്രയാണ്? 4 ആണ് റൈറ്റ് ആൻസർ അല്ലേ? സോ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? സോ റെഫ്രിജറേറ്ററിന്റെ COPയും ഹീറ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിലേഷൻസുകളാണ്. നോട്ട് ചെയ്തേക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻ COP ഓഫ് ഹീറ്റ് പമ്പ് ഇക്വൽ ടു 1 പ്ലസ് COP ഓഫ് റെഫ്രിജറേറ്റർ. അതേപോലെ തന്നെ COP ഓഫ് ഹീറ്റ് പമ്പ് ഇക്വൽ ടു 1/efficiency ഓഫ് എഞ്ചിൻ. ഇതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ നോർമലി നമ്മുടെ എക്സാമുകൾക്ക് കാണാറുണ്ട്. അത് A ലെവൽ ആയിക്കോട്ടെ, ഡിപ്ലോമ ലെവൽ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. സോ ഈ റിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എല്ലാവരും ഓർത്തിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സിനകത്തുള്ള 5 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. എൻട്രോപ്പിയുടെ കൺസെപ്റ്റിൽ നിന്നുള്ള 1-2 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ലോസ് ഓഫ് തെർമോഡൈനാമിക്സിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ അവൈലബിൾ എനർജി കൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനിയും അടുത്ത സെഷനുകളിലൊക്കെ നമുക്ക് തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ, വെറൈറ്റി ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റോയൽ ബാച്ചിലേക്കുള്ള കൂടുതൽ അഡ്മിഷൻസും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ് സെഷൻസിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തുള്ള മാക്സിമം ക്വസ്റ്റ്യൻസുകളുടെ ലൈവ് സെഷനും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ മാക്സിമം ക്വസ്റ്റ്യൻ സെഷൻസുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് മാക്സിമം യൂസായി മാറുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ സെഷനിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു.